ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഡേ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഇനി തലേദിവസം രാത്രി ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ആയിട്ട് ഞാൻ റൈസ് കുക്കറിൽ എടുത്ത് വെക്കും കേട്ടോ. എന്താ വെച്ചാൽ നല്ല മഴയും തണുപ്പും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പുറത്തിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത്രയുണ്ട് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് പൊന്തിയിട്ട് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇപ്പോൾ നേരെ സ്റ്റീലിൻ്റെ ചെമ്പിലോ ഇത് റൈസ് കുക്കറിലെ ചെമ്പാണ്, ഇതിലൊന്ന് ആക്കിയിട്ട് അങ്ങനെ റൈസ് കുക്കറിൽ രാത്രി ഇറക്കി വെക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ചെറിയൊരു ചൂടൊക്കെ കിട്ടിയിട്ട് അത് നന്നായിട്ട് പൊന്തിയിട്ട് വരും. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതേ രാവിലെ ഞാൻ എണീറ്റ് അതൊക്കെ എടുത്തിട്ട് തുറന്നിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് കുറച്ചൊരു പാത്രത്തിൽ മാറ്റി വെക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ആദ്യമൊക്കെ കുറേ മുന്നൊക്കെ ആയിട്ട് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കും ഇങ്ങനെയുണ്ട് കലക്കി, എപ്പോഴും ഇങ്ങനെ ഓരോ ദോശ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി തന്നെയല്ലേ എടുക്കാറ്. അപ്പം അങ്ങനെ ഇളക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവെക്കും. പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അന്നുണ്ടാക്കുന്ന ഒരു ദോശയുടെ ഒരു സോഫ്റ്റ്നെസ് ഒന്നും കിട്ടില്ല കേട്ടോ. ഒരു എന്തോ ഒരു കലക്കിയ ദോശ പോലെ ആയിട്ട് ഇങ്ങനെ ഒരു ടേസ്റ്റില്ലാത്ത ദോശ ഉണ്ടാവാറ്. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യൽ തുടങ്ങിയത് ആദ്യം തന്നെ നമുക്ക് കുറച്ചധികം കൂടുതലായിട്ട്, അതായത് നമുക്ക് ഇന്നൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള അത്രയും കൂടി വെച്ചിട്ട് അതിൽ കൂടിയും കുറച്ചും കൂടി ഞാൻ കൂടുതലായിട്ട് ഞാൻ എടുത്തിട്ട് ആദ്യം പാത്രത്തിലേക്ക് മാറ്റി വെക്കും കേട്ടോ. പിന്നെ ബാക്കി കുറച്ചുള്ളതാണ് എടുത്തിട്ടാണ് ഞാൻ ഇതാക്കി വെക്കുക. കാരണം ബാലൻസ് ആക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരവസരം ഉണ്ടാവാതെ നോക്കുന്ന പോലെ ആയിട്ടാണ് ഞാൻ കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ എടുത്ത് വെക്കും. പിന്നെ ബാക്കി ഇങ്ങനെ ദോശ ഇഡ്ഡലി അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എന്നും ഇവിടെ ദോശ തന്നെയായിരിക്കും. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമല്ല, എനിക്ക് ദോശയോടാണ് താല്പര്യം. അപ്പം ഞാൻ ഇവർക്കൊക്കെ ഇഡ്ഡലിയോടാണ് കുറച്ചും കൂടി ഒരു ഇത്. അപ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഉണ്ടാക്കുക കേട്ടോ. അപ്പം മോനക്ക് അതിന് വർക്കിന് പോകുന്നുണ്ട്. അപ്പോൾ അവനക്ക് കൊണ്ടുപോകണം. പിന്നെ രാവിലത്തെ ഇത് കഴിക്കാം. അപ്പോൾ ഇഡ്ഡലിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പിന്നെ അതന്നെ അവൻ കൊണ്ടുപോകുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ഇഡ്ഡലിക്കുള്ളതൊക്കെ കുഴിയിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തടവിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ രാവിലെ കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ കഴിയുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കലൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമാവും. അപ്പോൾ ഞാൻ ഇടയിൽ ഇതുപോലെ ചായ എടുത്ത് കുടിക്കും കേട്ടോ. പിന്നെ ഇന്നലത്തെ ബ്രെഡ് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുത്തെണീറ്റ് വന്നിട്ട് പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും. മുത്തുവിനും വർക്കുള്ളതല്ലേ. അപ്പോൾ രാവിലെ ചില ദിവസം തീരെ വയ്യാന്ന് പറഞ്ഞിട്ട് എണീക്കില്ല കേട്ടോ. ചിലപ്പോൾ എണീറ്റുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് ചട്നി ഇതിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു അടിപൊളി ചട്നി ഉണ്ടാക്കുന്നുണ്ട്, സവാളയും തക്കാളിയൊക്കെ വെച്ചിട്ട്. നല്ല ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങയുടെ ചട്നി ഇല്ലെങ്കിൽ പോലും അത് ഇട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇടയ്ക്ക് മാത്രം ഇഡ്ഡലിയൊക്കെ ആകുമ്പോൾ മാത്രം ഞാനിങ്ങനെ ഈ തേങ്ങ ചട്നിയും കൂടി ഉണ്ടാക്കുള്ളൂ. കാരണം കുറേ കറി അതിലേക്ക് വേണമല്ലോ ഒന്നിങ്ങനെ കുഴഞ്ഞ് കിട്ടാനായിട്ട്. ദോശയാകുമ്പം മറ്റേ ചട്നിയാണ് ഇപ്പോൾ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇതിൻ്റെ ആവശ്യമില്ല, ഈ തേങ്ങയുടെ ചട്നിയുടെ ആവശ്യം തന്നെ ഇല്ല. നമുക്ക് മറ്റു ചട്നി വെച്ചിട്ട് തന്നെ കഴിക്കാൻ പറ്റും. ഞാൻ അതിൻ്റെ റെസിപ്പിയും കൂടെ ആക്കുന്നു കേട്ടോ. അപ്പം ഞാനിത് കുറച്ച് ദോശ എനിക്ക് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ചട്നി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് ഒരു 2-2.5 ടീസ്പൂണൊക്കെ ഉഴുന്ന് കഴുകിയിട്ട് അതിട്ട് കൊടുത്തിട്ടൊന്ന് വറക്കുന്നുണ്ട് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. നല്ല തീയായിട്ടുണ്ടെങ്കിൽ നമ്മളിതെല്ലാം ബാക്കി ഇട്ട് വരുമ്പോഴത്തേനും ഇത് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അധികം തീയില്ലാതെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുന്ന പോലെ ആയിട്ട് അതിലിട്ടിട്ടൊന്ന് ഇതാക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2-3
വെളുത്തുള്ളിയും കൂടിയിട്ട് അതും ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ചെറിയ തീയിൽ വേണം കേട്ടോ അത് ആക്കി കൊടുക്കാനായിട്ട്. കാരണം എല്ലാം വഴന്ന് വരുമ്പോഴത്തേനും നമ്മളെ ഈ ഉഴുന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല കയ്പ്പ് രസം വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ചെറിയ തീയിലിട്ടിട്ട് വഴറ്റാമെന്ന് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചുവന്നുള്ളിയും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. തക്കാളി സവാളൊക്കെ തന്നെ ആവശ്യമുണ്ട്. നല്ല ബ്രാഹ്മിൻസൊക്കെ ഉണ്ടാവില്ലേ, അവരൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു ചട്നിയാണ്. നല്ല ടേസ്റ്റാണ്. നമുക്കിത് ബാക്കി ഉണ്ടെങ്കിൽ ചോറിലേക്ക് പോലും എടുക്കാൻ പറ്റും. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേ മുളക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 സവോള അരിഞ്ഞിട്ട് കനം കുറച്ച് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പില ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാവധാനം ഇങ്ങനെ ഇടുന്നതനുസരിച്ചിട്ട് മറ്റുള്ളതൊന്നും കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തീ കുറച്ച് ഇതാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. റിപ്പീറ്റേഷൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഇറിറ്റേഷൻ ആവണ്ട കേട്ടോ. ഞാൻ അതിൻ്റെ ടേസ്റ്റ് കളയണ്ടെന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. പിന്നെ ഇത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ശേഷം നമുക്ക് തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം മുളക് പൊടി ഇതിൽ ഉണക്കമുളക് ഉള്ളതുകൊണ്ട് അധികം ഇടണ്ട കേട്ടോ. ഇപ്പോൾ ഇത്രയും ഉള്ളൂ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ചൂടാറിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ച് കൊണ്ടുവരാം കേട്ടോ. അങ്ങനെ അത് അരച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് കടുകും കുറച്ച് വേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ അരച്ച മിക്സ് ഒന്ന് അതിലിട്ട് കൊടുക്കാം കേട്ടോ. നല്ല തിക്കായിട്ട് ചട്നി വേണമെന്നുള്ളവർക്ക് തിക്കായിട്ട് എണ്ണ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ ചട്നി ഉണ്ടാക്കിയെടുക്കാറില്ല ഈ മസാല ദോശയ്ക്കൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ആക്കി കൊടുക്കുക. ഞാൻ ചില സമയത്ത് ഇപ്പോൾ ഓൾറെഡി തേങ്ങ ചമ്മന്തി ഉണ്ടാക്കിയ കാരണം ഇത്ര തിക്നെസ്സിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അതല്ല നമ്മൾ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി ലൂസാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നമുക്ക് ദോശയ്ക്ക് അത് മാത്രമായിട്ട് കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ്. എന്താണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ അങ്ങനെ ചാവടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ബാങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. കാരണം മോളുടെ ഒരു എഡ്യൂക്കേഷൻ ലോണിൻ്റെ കാര്യത്തിനൊക്കെ ആയിട്ട് പെട്ടെന്ന് വിളിച്ചപ്പോൾ അവിടെ എപ്പോഴും വിളിച്ചാൽ ഇങ്ങനെ ഒരു ബിസിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം നമുക്ക് മാനേജറെ ഡയറക്റ്റ് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വിളിച്ചപ്പോൾ അങ്ങനെ അങ്ങോട്ട് വേഗം പോവുകയാണ് ചെയ്തിട്ടോ. അപ്പോൾ അത് തിരിച്ച് അതൊക്കെ പേപ്പറൊക്കെ കൊടുത്ത് ശരിയാക്കിയതിന് ശേഷം വന്നപ്പോൾ അതേ വെറുതെ മേലൊക്കെ നോക്കിയിട്ടോ. മഴയുടെ വീണ്ടും ലക്ഷണമുണ്ട്. മഴ ഇങ്ങനെ വരിക, ഇപ്പോൾ നല്ല മഴ പെയ്യും, പിന്നെ അങ്ങോട്ട് പോകും. കാരണം ഞങ്ങൾ വർക്ക് ഏരിയയിലൊക്കെ ഇപ്പോൾ നല്ല ചില സമയത്ത് നല്ല വെള്ളമായിരിക്കും. നല്ല ഹെവി മഴയൊക്കെ ഉണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോൾ ആ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഒലിച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. തുടച്ചിട്ട് പോയ സ്ഥലമായിരിക്കും, അപ്പോഴും ഒരു ബുദ്ധിമുട്ടാണ് കാണുമ്പോൾ, വെള്ളം കാണുമ്പോൾ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വൈകിട്ട് അതൊന്ന് മുറിച്ചെടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്കിങ്ങനെ ഇരുന്നിട്ടിപ്പോൾ അത്രയും വലിയ ചക്ക നിലത്ത് വെച്ചിട്ടൊന്നും മുറിക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഞങ്ങൾ എന്താ പറയുക, മിക്കതും ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇവിടെ മുറിക്കുക. കാരണം എനിക്ക് ഇവരെ എല്ലാം എടുത്ത് ഇങ്ങനെ കച്ചറാക്കി ഇതാക്കണത് എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ തന്നെ സ്ലാബ് വെച്ചിട്ട് വേഗം മുറിച്ച് അതിൻ്റെ കംപ്ലീറ്റ് തൊലിയും അതിൻ്റെ കുരുവും ആരും എല്ലാം കളഞ്ഞ് ക്ലീനാക്കിയിട്ട് അതായത് റെഡി ടു ഈറ്റ് എന്ന് പറയില്ല, അപ്പം അങ്ങനത്തെ സെറ്റാക്കിയിട്ട് ഞാൻ വെക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇവർ കഴിക്കുമ്പോൾ കുരുവൊക്കെ അവിടെ ഇട്ട് വിട്ടാകുമ്പോൾ അത് പിന്നെ പറക്കാൻ നിൽക്കണ്ട. അപ്പോൾ അതൊന്നും എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് മിക്കതും ഞാൻ തന്നെ ആയിരിക്കും ചക്ക ഇവിടെ ഇതാക്കുക. പക്ഷേ ഇത്രയും വലിയ ചക്ക നിലത്ത് വെച്ച് മുറിക്കാണെന്ന് എന്നെക്കൊണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ട് കണ്ടോ. ചക്ക കാണുമ്പോഴേ എനിക്ക് സത്യം പറയുന്നത് ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് വായിൽ വെള്ളം വരും. എനിക്ക് അത്ര ഇഷ്ടമാണ് ചക്ക. പിന്നെ നല്ല പഴുത്തിട്ട് നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അധികം കനം ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ല മധുരമുള്ള ചക്ക കേട്ടോ. അപ്പോൾ അത് അരി വെട്ടണം ഞാൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞിട്ട് ഒത്തുപറഞ്ഞ് ഞാൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് താഴത്തിട്ടിട്ട് ഇരുന്ന് കട്ട് ചെയ്യുക. അപ്പോൾ മുറിക്കാൻ നേരമൊന്നുമില്ല. അപ്പത്തേനും ചക്ക കണ്ടപ്പോൾ ഞാൻ കൈയിട്ടതൊക്കെ പിന്നെ അങ്ങനെ കളിയാക്കുന്നുണ്ട്. പശയൊക്കെ പിടിച്ചെടുത്ത് തിന്നോന്നൊക്കെ പറഞ്ഞിട്ട്. അത്രയും ഭയങ്കര തണിക്ക് ചക്ക എന്ന് പറഞ്ഞു. അങ്ങനെ ചക്കയുടെ ക്ലീനിങ് കാര്യങ്ങൾ ഇതുപോലെ ആക്കി വെക്കും ഞാൻ കേട്ടോ. എനിക്കിങ്ങനെ ആക്കണത് ഇഷ്ടം. അപ്പോൾ നമുക്കും എടുത്ത് പെട്ടെന്ന് കഴിക്കാൻ പറ്റും. ആർക്ക് കൊണ്ടുവച്ചെടുത്താലും പിന്നെ കച്ചറാവില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ അലിക്ക് പിന്നെ എന്ത് കണ്ടാലും ജ്യൂസ് അടിക്കുന്ന സ്വഭാവമുണ്ട്. ചക്കയായിട്ടോ മാങ്ങയാവട്ടെ എന്ത് കിട്ടിയാലും അടുത്ത് ജ്യൂസ് അടിക്കും.
അപ്പോൾ കുറച്ച് ജ്യൂസ് അടിക്കാൻ. അപ്പോൾ മുന്നേ ഇതുപോലെ ഞാനിതുപോലത്തെ ശരിക്കൊരു വീഡിയോ തന്നെ മുന്നിട്ടിട്ടുണ്ട് ചക്ക ജ്യൂസിൻ്റെ. കാരണം ഇപ്പോൾ ചക്ക ഞങ്ങൾക്ക് കുറച്ച് കിട്ടിയാലും അത് വെച്ച് ജ്യൂസ് അടിക്കാറുണ്ട് മുത്തു. അപ്പോൾ ഇതും കണ്ടപ്പോൾ കുറച്ച് ഈത്തപ്പഴം ഒക്കെ കൂടിയിട്ട് പഞ്ചസാരയും ചക്കയും കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജ്യൂസ് അടിക്കത്ത് നല്ല ടേസ്റ്റാട്ടോ. ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ കഴിഞ്ഞ് വരില്ല, എന്നാലും ഉണ്ട് കേട്ടോ കുറേശ്ശൊക്കെ. ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ലൈവ് ഇടുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാകും. ഇടയ്ക്ക് ചെറിയ പീസായാലും അടുത്തുള്ളൊരു കണ്ടിലും എനിക്കിങ്ങനെ ഇപ്പോൾ ആയ കാരണം ചെറുതാണ് കിട്ടിയ അതൊരു കൊടുന്നേരം കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ അതേ പാൽപ്പൊടിയും തണുത്ത വെള്ളമൊക്കെ കുറച്ച് ജ്യൂസ് അടിക്കുകയാണ്. പിന്നെ രാത്രി മോള് ഒരു ഇടിച്ചക്കാന്നെൻ്റെ വായിൽ വരിക. ഇടിയിറച്ചി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏതോ ചാനലിൽ അവൾ കണ്ടാട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ വേണ്ടിയിട്ട് ബീഫ് കുറച്ചെടുത്തിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അങ്ങനെ ചതക്കിയിട്ടിട്ടാണ് വേപ്പിലയൊക്കെ ചതക്കിയിട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഒന്നും ശരിക്കും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞാൻ കണ്ടില്ല, അവൾ ഉണ്ടാക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എന്താ ചെന്ന് ചോദിച്ചത്. അപ്പോഴാണ് ഇങ്ങനെ ആയത്. ഫുൾ റെസിപ്പി ഒന്നും എനിക്കറിയില്ല. ഇത് ബീഫ് വേവിച്ചിട്ട് ഇങ്ങനെ മിക്സിയിൽ ഇട്ടിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ ആണെന്ന് ഇനി അതിലെന്താ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ചാണെന്നും എനിക്ക് വല്ലാണ്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി കറക്റ്റായിട്ട് അറിയണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളേ. പിന്നെ ഇത് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ രാത്രി മുത്ത് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഒരു 4 പൊറോട്ട വാങ്ങിച്ചിരുന്ന ഫിസമോട് എന്തോ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓൾറെഡി ഫുഡൊക്കെ ചോറൊക്കെ റെഡിയാക്കി വെച്ചത് തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ വെറുതെ ഒരു 5-6 ചൂടുള്ള പൊറോട്ട വാങ്ങിച്ചു കൊടുത്തിട്ട് ഞങ്ങളത് വെച്ച് കഴിക്കാട്ട് നല്ല ടേസ്റ്റായിരുന്നു. എന്തായാലും റെസിപ്പി കറക്റ്റായിട്ട് അറിഞ്ഞവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പറഞ്ഞുതരാം. അവളോട് വെച്ചപ്പോൾ പറഞ്ഞാൽ അത് സീക്രട്ടാണ് പറഞ്ഞുതരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവളൊക്കെ സ്പെഷ്യൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വന്നാൽ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിനായിരുന്നു കണ്ടോ ചൂട് പൊറോട്ടയും ഇടിയിറച്ചിയും കൂടി. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.